ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ ഇന്നും ഒരു എവിക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ 2 ഷൂട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എവിക്ഷനിൽ ശരണ്യ പുറത്തേക്ക് പോയി. രണ്ടാമത്തെ എവിക്ഷനിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബോർഡിനകത്ത് അവരവരുടെ പിക്ചറുകൾ വെച്ചിട്ടുണ്ട്. ആ പിക്ചറുകൾ അവിടെ വെച്ചിരിക്കുന്ന പസിലിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ആ സെയിം മോഡലുള്ള പിക്ചർ ആ പസിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയയിൽ നോമിനേഷനിൽ ഇന്ന് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങനെ അത് പൂർത്തിയാക്കാതെ വരുന്ന മത്സരാർത്ഥിയാണ് ഇന്ന് എവിക്റ്റായി വരുന്നത്. അപ്പം പൂർത്തിയാക്കപ്പെടാതിരിക്കുന്ന മത്സരാർത്ഥി മറ്റാരുമല്ല, ഇന്നലെ ശരണ്യ പോയെങ്കിൽ ഇന്ന് പോയിരിക്കുന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ എവിക്റ്റായി എന്നുള്ള വാർത്ത നമുക്ക് ഇന്നലെ നൈറ്റിൽ അറിയാൻ കഴിഞ്ഞു. പക്ഷേ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല, മഴയും കാര്യങ്ങളും ആയതുകൊണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ എവിക്ഷനോടൊപ്പം ഇനിയുള്ള ഒരു ട്വിസ്റ്റ് അറിയാൻ പോകുന്നത് നമ്മുടെ ഫാമിലിയെ ബിഗ് ബോസിനകത്തേക്ക് ക്ഷണിക്കുന്ന ആ ഒരു ടാസ്ക് വരാൻ പോകുകയാണ്. ഫാമിലി ടാസ്കിനോടൊപ്പം തന്നെ പവർ ടീമിൻ്റെ ആ ഒരു പവർ എന്നുള്ള സംഭവം എടുത്തു കളയാൻ പോകുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം വാസ്തവമാണെന്ന് അറിയണം. അതോടൊപ്പം തന്നെ ഇനി വരുന്ന നോമിനേഷൻ എല്ലാം ഒരുപാട് കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകാനായിട്ടുണ്ട്. റസ്മിനെ 2 ആഴ്ചത്തേക്ക് യെല്ലോ കാർഡ് കൊടുത്ത് ഡയറക്റ്റ് ലാലേട്ടൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന സംഭവ വികാസങ്ങളെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഇന്ന് പോയിരിക്കുന്നത് ശ്രീരേഖയാണ്.